ഞാൻ പറയാൻ പോകുന്ന 6 കാര്യങ്ങളിൽ അല്ലെങ്കിൽ 6 സിംറ്റംസിൽ 3 ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ സൂക്ഷിച്ചോളൂ, നിങ്ങൾ മദ്യപാനത്തിന് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, ഞാൻ ഡോക്ടർ പ്രതീഷ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആൽക്കഹോൾ യൂസ് അല്ലെങ്കിൽ മദ്യപാനത്തിന്റെ വെറുതെ യൂസിൽ നിന്ന് എപ്പോൾ അടിമയായി ആൽക്കഹോൾ അഡിക്ഷനിലേക്കുള്ള യാത്രയെ കുറിച്ചിട്ടാണ്. ഇതിന്റെ 6 മേജർ ലക്ഷണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ക്രേവിങ്. എപ്പോഴും മദ്യത്തിനെ കുറിച്ച് ആലോചിക്കുക. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഓക്കെ, ഇന്ന് എനിക്ക് വൈകിട്ട് 2 കഴിക്കാലോ എന്നുള്ള ഒരു വിധത്തിൽ എണീക്കുക. ജോലിക്ക് പോകുമ്പോൾ തന്നെ അന്ന് വൈകിട്ടിലേക്ക് കുപ്പി എവിടെ നിന്ന് ഒപ്പിക്കാം, അല്ലെങ്കിൽ എപ്പോൾ കുടിച്ചു തുടങ്ങാം, വീട്ടിലെപ്പോൾ എത്താം എന്നീ ചിന്തകൾ മാത്രം ഉണ്ടാകുക സദാസമയം. അതാണ് ഫസ്റ്റ് ലക്ഷണം. പിന്നെ രണ്ടാമത്തെ ലക്ഷണം ലോസ് ഓഫ് കൺട്രോൾ എന്ന് പറയും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ആരും മദ്യപിച്ച് കഴിച്ചിട്ട് റോട്ടിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ റോട്ടിൽ ഒരാൾ കിടക്കുമ്പോൾ അയാൾ കുടിക്കുന്നേക്കാൾ മുമ്പ് വിചാരിക്കില്ലല്ലോ ഞാൻ റോട്ടിൽ കിടക്കാൻ വേണ്ടിയിട്ട് കുടിക്കുന്നത്. അതിനെയാണ് ലോസ് ഓഫ് കൺട്രോൾ എന്ന് പറയുക. എല്ലാവരും എന്താ വിചാരിക്കുക, അന്നൊരു 2 കഴിക്കുക, 2 ഞാൻ നിർത്തും. പക്ഷെ ഇത് 2 തുടങ്ങാം, അത് 3 4 5 അവസാനം ബോധം മറയണ പോലെ കുടിക്കുക. ഇതിനെയാണ് ലോസ് ഓഫ് കൺട്രോൾ എന്ന് പറയുക. മൂന്നാമത്തെ ലക്ഷണം എന്ന് വെച്ചാൽ ടോളറൻസ് എന്ന് പറയും. അതായത് ഫസ്റ്റ് ഒക്കെ ഒരു പെഗ് അല്ലെങ്കിൽ ഒരു 30 ml കഴിച്ചാൽ ഒരു സുഖം കിട്ടിയിരുന്നു. പോയ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ഒരു പെഗിന് പകരം അത് 2 പെഗ് ആവാം. എന്നാൽ ആ പണ്ടത്തെ സുഖം അല്ലെങ്കിൽ കിക്ക് കിട്ടുള്ളൂ. 2 3 3 4 അതിനെയാണ് ടോളറൻസ് എന്ന് പറയുക. പിന്നെ നാലാമത്തെ ലക്ഷണം എന്ന് വെച്ചാൽ വിഡ്രോവൽ സിംറ്റംസ്, അല്ലെങ്കിൽ അത് മദ്യം കിട്ടാണ്ടാവുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റംസ്. അത് സിമ്പിളും ഉണ്ട്, കോംപ്ലിക്കേറ്റഡും ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ രാവിലെ ഇരിക്കുമ്പോൾ തന്നെ ചെറിയ വിറ, ഹൃദയമിടിപ്പ്, ഒരു സ്ഥലത്തും ഇരിക്കാൻ പറ്റാണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നത് പോലെ, ഛർദി, വിട്ടുമാറാത്ത എക്കിളുകൾ. ഇതാണ് ഇതിന്റെ സിമ്പിൾ വിഡ്രോവൽ സിംറ്റംസ്. അതിന്റെ നെക്സ്റ്റ് സ്റ്റേജിന്റെ കോംപ്ലിക്കേറ്റഡ് വിഡ്രോവൽ സിംറ്റംസ്. അത് 2 ഉണ്ട്. ഒന്ന് സീഷ്യസ് അല്ലെങ്കിൽ ഫിറ്റ്സ് എന്ന് പറയും. മദ്യം പെട്ടെന്നുള്ള അളവ് കുറയുമ്പോൾ ആളില് പെട്ടെന്ന് ഫിറ്റ്സ് വരാം. അതും 1 2 3 പ്രാവശ്യം സെറ്റായിട്ടാണ് ഫിറ്റ്സ് വരാം. ഇതിന്റെ പ്രത്യേകത. വേറൊരു ഇതാണ് ഡെലീരിയം ട്രെമൻസ് എന്ന് പറയും. സകല നമുക്ക് ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ ഒരു ബോധമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളുള്ള പോലെ തോന്നുക, ഹാലുസിനേഷൻസ്, ഡിലൂഷൻസ്, അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുക. ഇതാണ് 4ാമത്തെ സിംറ്റം. 5ാമത്തെ സിംറ്റം എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ മദ്യം മാത്രമാണ് സുഖം തരുള്ളൂ അല്ലെങ്കിൽ പ്ലഷർ തരുള്ളൂ. വേറെ ഒന്നിനും ഒരു സുഖമോ ഒരു പ്ലഷർ ഇല്ലാത്തൊരു അവസ്ഥ. ഫ്രണ്ട്സായിട്ട് കറങ്ങി നടക്കാനോ, സിനിമയ്ക്ക് പോകാനോ, ജിമ്മിന് പോകാനോ, ഫാമിലിയായിട്ട് പുറത്തു പോകാനോ, ട്രിപ്പ് പോകാനോ ഒന്നും താല്പര്യമില്ല. ആകെ താല്പര്യം മദ്യപാനത്തിന് മാത്രം. ഇതാണ് 5ാമത്തെ ലക്ഷണം. ഇനി 6ാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ മിക്ക മദ്യപാനികൾക്കും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അറിയാം അത് അവരുടെ ലിവറിനെയോ കരളിനെയോ അതോ ബ്രെയിനെയോ ബാധിച്ചു. എന്നാലും അവർക്കത് നിയന്ത്രിക്കാൻ പറ്റില്ല. പല പേഷ്യൻസ് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, നിങ്ങളിപ്പോൾ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ സിറോസിസ് സ്റ്റേജിലാണ്, ഇനി മദ്യം കഴിച്ചാൽ ലിവർ ഫെയിലിയർ ആവും. അത് പറഞ്ഞാലും അവരത് പോയി കഴിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് അതറിയാം, അവർക്ക് ലിവറിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു അറിയാം. എന്നാലും അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാണ്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് 6 ലക്ഷണങ്ങൾ. ഈ 6 ലക്ഷണത്തിൽ ഏതെങ്കിലും 3 ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഒരു വർഷമായിട്ട് ഉണ്ടെങ്കിൽ സൂക്ഷിച്ചോളൂ. ഇത് ഡിനൈ ചെയ്യേണ്ട, ഇത് യഥാർത്ഥ്യമാണ്. ഇതിലേക്ക് കണ്ണടച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് കാണില്ല, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ അതോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ കുടുംബത്തിൽ ആർക്കോ ഇതിൽ ഏതിലും 6 3 കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവരെ ബോധവൽക്കരിക്കുക. എത്രയും പെട്ടെന്നിട്ട് അടുത്തുള്ള സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോവുക. ഇപ്പോൾ നല്ല വിശദമായ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. സയന്റിഫിക് ആയിട്ട് റിഫൈൻഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്.